Good morning, dear aspirants. അനന്ത IAS അക്കാഡമിയുടെ പ്രിലിംസ് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന സീരീസിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രിലിംസ് സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ വന്ന ഏരിയകൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രിലിംസ് സ്പോട്ട്ലൈറ്റിന്റെ ഉദ്ദേശം. സോ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഇന്ത്യൻ പൊളിറ്റി ഭാഗത്ത് നിന്നുള്ളതാണ്. സോ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിയിലെ ഫെഡറലിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫെഡറലിസം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഇഷ്യൂസ് നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന കാലമായതുകൊണ്ട് ഒരുപാട് നാളായിട്ട് വാർത്തയിലുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഫെഡറലിസം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറന്റ്ലി ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന ഒരു ടൈമിൽ നമ്മളുടെ സദേൺ സ്റ്റേറ്റുകൾക്ക് ചില കൺസേണുകൾ ഉണ്ട്. സോ അത് നമ്മൾ യൂണിയനെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വാർത്തകളിൽ സ്ഥിരമായിട്ട് ഇടം പിടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ബേസിസിൽ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഫെഡറലിസം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്നുള്ളത്. അപ്പോൾ കൂടാതെ നമ്മളിപ്പോൾ കറന്റ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊരു ടോപ്പിക്ക് വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അക്രോസ് ദ വേൾഡ് വൈഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്ട് കൂടി ആയ സ്ഥിതിക്ക് നമുക്ക് ആ ഒരു മേഖല കൂടി ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ ക്ലാസ് മുന്നോട്ട് നീങ്ങുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ച് പറയും, ഫെഡറലിസത്തെ കുറിച്ചും ബാക്കിയുള്ള കൺട്രീസ് ആയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഫെഡറലിസം സ്ട്രക്ചർ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഫെഡറലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യും. അതിനുശേഷം ഒരു 3 ഹെഡിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടന്റുകൾ നമ്മൾ ചുരുക്കിയിരിക്കുന്നത്. ഒന്ന്, ലെജിസ്ലേറ്റീവ് ഫെഡറലിസം എങ്ങനെയാണ്, ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് ഫെഡറലിസം എങ്ങനെയാണ്. 2, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെഡറലിസം എങ്ങനെയാണ്. പിന്നെ ഫിനാൻഷ്യൽ ഫെഡറലിസം എങ്ങനെയാണ്. ഈ 3 കാര്യങ്ങളിലാണ് നമ്മളുടെ ടോപ്പിക്കുകൾ ഇന്ന് കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിഫറെന്റ് കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻസ് നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സുകളിലേക്ക് കടക്കാം. എന്താണ് ഫെഡറലിസം എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ഫെഡറലിസം എന്ന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും? സിംപ്ലി ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിവിഷൻ ഓഫ് പവർ. അതായത് 2 പവർ അതോറിറ്റികൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് പോലെയുള്ള 2 പവർ അതോറിറ്റീസ് ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ഇടയിൽ പവർ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഫെഡറലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ തത്വം. NCERT ഫെഡറലിസത്തിന് മറ്റൊരു ഡെഫിനേഷൻ നൽകുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഈ ഫെഡറലിസത്തെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് എ ഡിവിഷൻ ഓഫ് പവർ. ഹൗ ദ പവേഴ്സ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ അതോറിറ്റീസ് ഈസ് കോൾഡ് ഫെഡറലിസം. അതിന് പല അതോറിറ്റീസും പല ഡിഫറെന്റ് രീതികളിലായിരിക്കും ഫെഡറലിസത്തെ ചൂസ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ യൂണിറ്റേറിയൻ ട്രെൻഡ് ആയിരിക്കാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരാകുമ്പോൾ എക്സസീവ് ഡെലിഗേഷൻസ് നടക്കും. അതായത് സ്റ്റേറ്റ്സിന് കൂടുതൽ പവേഴ്സ് കൊടുക്കുന്ന രീതിയിൽ എക്സസീവ് ഡെലിഗേഷനുകൾ അവർ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്കും പല കൺട്രീസും പോകാറുണ്ട്. സോ ഇന്ത്യ ഈ പറയുന്ന ഫെഡറലിസം സ്ട്രക്ചറിൽ എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇന്ത്യയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് വ്യക്തമായ ഒരു ഫെഡറലിസം നമുക്ക് അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായി. പക്ഷെ അത് ഇവോൾവ് ചെയ്തു വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനെ ഒരു യൂണിറ്റേറിയൻ ട്രെൻഡിലേക്ക് ആക്കണോ, അതോ സ്റ്റേറ്റ്സിന് പല പവറുകൾ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തുടങ്ങി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് നമ്മളുടെ ഫെഡറലിസം എവിടെ നിൽക്കുന്നു എന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു USA-യുമായിട്ടാണ്. സോ USA ഈസ് മച്ച് മോർ ഫെഡറലിസ്റ്റ് സ്റ്റേറ്റ്. അതെങ്ങനെയാണ്? അവർക്ക് അവരുടെ സ്റ്റേറ്റ്സിന് കുറച്ചുകൂടി പരമാധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരമാധികാരങ്ങളല്ല, അധികാരങ്ങൾ കൂടുതലായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അവരൊരു യൂണിയനിസ്റ്റ് ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ പവറുകൾ, അതായത് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ടും നിയമങ്ങളെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ടുമുള്ള അധികാരങ്ങൾ സ്റ്റേറ്റിന് കൂടുതലായിട്ട് പവേഴ്സ് കൊടുക്കുകയാണ് USA ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി ഒരു യൂണിയനിസ്റ്റ് ട്രെൻഡ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ റെസിഡ്വറി പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
സെൻട്രൽ ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും പെടാത്ത കൺകറന്റ് ലിസ്റ്റിലും പെടാത്ത സംഭവങ്ങൾ. അതായത് നിയമനിർമ്മാണത്തിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റുകളാണുള്ളത്. ഈ 3 ലിസ്റ്റുകളിലും പെടാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവില്ല. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളെയാണ് റെസിഡ്യൂറി ഏരിയാസ് എന്ന് പറയുന്നത്. ഈ ഏരിയകളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ചില രാജ്യങ്ങൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് പാർലമെന്റിന് അധികാരപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. The power to make laws on the residuary subjects are related to parliament. സോ അത് ഇന്ത്യയുടെ ഒരു യൂണിറ്ററി ട്രെൻഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എന്നാൽ ഇന്ത്യ ഒരു യൂണിറ്ററി ട്രെൻഡ് ആണോ ഫോളോ ചെയ്യുന്നത്? എന്താണ് തോന്നുന്നത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ? ആർട്ടിക്കിൾ 1 തുടങ്ങി ആർട്ടിക്കിൾ 395 വരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പർപ്പസ്ഫുള്ളി അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു വാക്കുകളിൽ ഒന്നാണ് ഫെഡറലിസം എന്നുള്ളത്. ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അവിടെ തന്നെ ഫെഡറലിസം എന്നല്ല വരുന്നത്, ഫെഡറൽ സ്റ്റേറ്റ് എന്നല്ല പറയുന്നത്. ഇറ്റ്സ് എ യൂണിയൻ. നമ്മളൊരു യൂണിയൻ ആണ് എന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ഇന്ത്യ ഈസ് എ ഇൻഡിസ്ട്രിക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ്. ലക്ഷ്മികാന്തിലെ യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വരിയാണ് ഇന്ത്യ ഈസ് ആൻ ഇൻഡിസ്ട്രിക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ്. സോ നമ്മളുടെ യൂണിയനെ തകർക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ സ്റ്റേറ്റിന്റെ ടെറിട്ടറി, അതായത് ഫോർ എക്സാമ്പിൾ UP എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, അതിന് വേണമെങ്കിൽ 3 സംസ്ഥാനമായിട്ട് നമ്മളുടെ പാർലമെന്റിന് ഒരു സിമ്പിൾ മെജോറിറ്റിയിലൂടെ 3 സംസ്ഥാനമായിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അമേരിക്കയുടെ കേസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിനെ പെട്ടെന്ന് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ഇൻഡിസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ് ആണ്. മനസ്സിലായോ ഡിഫറൻസ്? നമ്മളുടെ യൂണിയനെ തകർക്കാൻ പറ്റത്തില്ല. നമ്മളുടെ സ്റ്റേറ്റുകളെ നമുക്ക് വേണമെങ്കിൽ റീഡിഫൈൻ ചെയ്യാം, ബോർഡേഴ്സ് മാറ്റാം, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 2, 3 ആർട്ടിക്കിളിൽ പറയുന്നത്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സോ അതിലേക്ക് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആർട്ടിക്കിൾ 2, 3 പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റിനെ ആഡ് ഓൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിക്കും. പക്ഷെ ഒരു യൂണിയനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് സാധിക്കണമെന്നില്ല. ഇതാണ് നമ്മളുടെ ഒരു യൂണിയനിസ്റ്റ് ട്രെൻഡിന്റെ എക്സാമ്പിൾ എന്നായിട്ട് പറയുന്നത്. സോ ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ യൂണിയനിസ്റ്റ് ട്രെൻഡിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഓഫ് കോഴ്സ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി പഠിക്കുകയാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി സിറ്റിസൺഷിപ്പ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യമാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അത് ഒരു യൂണിറ്ററി ട്രെൻഡിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദ എമർജൻസി പ്രൊവിഷൻസ്. ദാറ്റ് ഈസ് ിലേക്ക് വരുമ്പോൾ നമ്മൾ എമർജൻസി, നാഷണൽ എമർജൻസി ആയി കഴിഞ്ഞാലും പ്രസിഡന്റ് റൂൾ ആയി കഴിഞ്ഞാലും നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് ഒരു യൂണിയനിസ്റ്റ് ട്രെൻഡിന്റെ എക്സാമ്പിൾ ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള അധികാരങ്ങളിൽ പാർലമെന്റ് കടന്നു കയറുകയാണ് നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉള്ള സമയങ്ങളിൽ നമ്മളുടെ പ്രസിഡന്റ് റൂൾ പ്രഖ്യാപിക്കുമ്പോഴായാലും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോഴായി കഴിഞ്ഞാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് മറ്റൊരു എക്സാമ്പിൾ ആണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലൈക്ക് തുടക്കം മുതൽ നമ്മൾ ഒരു യൂണിയനിസ്റ്റ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള ഒരു കാരണം നാഷണൽ സെക്യൂരിറ്റിയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ യൂണിറ്റിയാണ്. 600ഓളം നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ എല്ലാവരെയും ഒരേ ഇൻട്രസ്റ്റിന് വേണ്ടി നിലനിർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. സോ ഫസ്റ്റ് തിങ് ഈസ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് നാഷണൽ യൂണിറ്റി, ദെൻ ദ എക്കോണമിക് ഇന്റഗ്രേഷൻ. ഡെഫിനറ്റ്ലി ഒരു എക്കോണമിയെ പടുത്തുയർത്താനായിട്ട് നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു സെൻട്രൽ സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യം ഇത് തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലുള്ള എക്കോണമിക് ഇന്റഗ്രേഷൻ ആണ്. 1 ഇന്ത്യ 1 ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തത്. ദെൻ ഓഫ് കോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. അതായത് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് ഓൾ ഇന്ത്യ സർവീസുകൾ വരുമ്പോൾ
നമ്മൾ ബാക്കിയുള്ള സിവിൽ സർവീസുമായിട്ട് ഇതെങ്ങനെ വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നു? ഇതിപ്പോ ആരാണ് അവിടെ അതോറിറ്റി, അല്ലെങ്കിൽ ആരുടെ പവറാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്നതാണ്. അപ്പൊ നമുക്കത് രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് ലെജിസ്ലേറ്റീവ് റിലേഷനിലേക്ക് പോവാം. സോ എങ്ങനെയാണ്, ഏത് ആർട്ടിക്കിളാണ് ലെജിസ്ലേറ്റീവ് റിലേഷനിലെ കുറിച്ച് പോകുന്നത്? അത് നിങ്ങൾ ബേസിക് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 245 തുടങ്ങി മുകളിൽ ചെയ്തിട്ടാണ്. എന്താണ് ലെജിസ്ലേറ്റീവ് പവർ? സിംപിളി നിയമം നിർമ്മിക്കുക. നിയമം നിർമ്മിക്കുന്നത് ആരാണ് എന്ന് പറയുന്നതാണ് ലെജിസ്ലേറ്റീവ് റിലേഷനിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതായത് പാർലമെന്റിന്റെ നിയമം എവിടം വരെയാണ്, പാർലമെന്റിന്റെ നിയമം എവിടം വരെ ബാധകമാണ്, സംസ്ഥാനങ്ങളുടെ നിയമം എവിടം വരെ ബാധകമാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ 245 മുതൽ മുകളിലോട്ട് പോകുന്ന കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർലമെന്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും നിയമം നിർമ്മിക്കാനായിട്ട് പാർലമെന്റ് സാധിക്കും. സോ ദ ലെജിസ്ലേറ്റീവ് ടെറിട്ടറി ഓഫ് ദ പാർലമെന്റ് ഈസ് വോൾ ഇന്ത്യ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാനായിട്ടാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ ടെറിറ്റോറി എവിടം വരെയാണോ അവിടെയായിരിക്കും നമ്മളുടെ നിയമനിർമ്മാണത്തിന്റെ അതിർവരമ്പ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവുക. ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാർലമെന്റിന്, അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? സ്റ്റേറ്റ് ലിസ്റ്റുകളിൽ. ഞാൻ പറഞ്ഞു 3 ലിസ്റ്റുകളായിട്ടാണ് നമ്മൾ നമ്മളുടെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇതിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇതെല്ലാം ബേസിക് ആണ്, എന്നാലും ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ്. നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മൂന്നാമത്തത് കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ സ്റ്റേറ്റിനും യൂണിയനും കൂടി നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിനുശേഷമാണ് റെസിഡ്യുവറി പവേഴ്സ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസിഡ്യുവറി പവേഴ്സ് വെസ്റ്റഡ് വിത്ത് ദ സെന്റർ. സോ ചില സമയങ്ങളിൽ പാർലമെന്റ് സ്റ്റേറ്റിന്റെ ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകളിൽ നിയമം നിർമ്മിക്കും. അതെങ്ങനെയാണ്? അത് എപ്പോഴൊക്കെയാണ് അതിന് സാധിക്കുക? സ്റ്റേറ്റിന്റെ സബ്ജക്റ്റുകളിൽ നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സ്റ്റേറ്റ് പറയുന്നത് ഞങ്ങളുടെ ലിസ്റ്റാണ്, നിങ്ങൾക്ക് നിയമമൊന്നും നിർമ്മിക്കാനായിട്ടുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോവാം. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മളുടെ പാർലമെന്റുകൾക്ക് സ്റ്റേറ്റ് സബ്ജക്റ്റുകളിൽ നിയമം നിർമ്മിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അവസരങ്ങൾ? ഒന്നാമത്തെ അവസരം, രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. ഇത് നോട്ട് ചെയ്യുക. ഈ 3 അവസരങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ റീതിങ്ക് ചെയ്യുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. ഒന്ന്, രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. രാജ്യസഭ എന്തിനായിരിക്കും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്? രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് രാജ്യസഭയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പരസ്പരം തോന്നുകയാണ് ഇന്ന ഒരു വിഷയത്തില്, ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയത്തില് നമ്മൾ ഒരു നിയമം പാസ്സാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ GST എന്ന് പറയുന്ന ഒരു വിഷയത്തില് നമ്മൾ ഇന്ത്യ മൊത്തമായിട്ട് ഒരു നിയമം പാസ്സാക്കിയിരിക്കണം. അപ്പോൾ അവരൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ, അതായത് 2/3 മെജോറിറ്റിയിൽ പാസ്സാകുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതിനു ശേഷമായിരിക്കും ഈ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്. സോ ദ ഫസ്റ്റ് കേസ് ഈസ് when the Rajya Sabha passes a special resolution related to the state subject, the parliament can make law on the state subject. And the second and the important thing is national emergency. അതായത് ആർട്ടിക്കിൾ 356 പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, 356 359 വരെയുള്ള വകുപ്പുകളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ, സംസ്ഥാനങ്ങളുടെ നിയമാധികാരങ്ങൾ കുറച്ചു കാലത്തേക്ക് നഷ്ടപ്പെടുകയല്ല, അവര് നിയമങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും. പക്ഷെ ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് അതിനുശേഷം നമ്മളുടെ സംസ്ഥാനം ഒരു നിയമം പാലിക്കുകയാണ്, ഒരേ വിഷയത്തിൽ നിയമം പാലിക്കുകയാണ്. ഇതിൽ രണ്ടിലും ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാർലമെന്റിന്റെ നിയമം വലുതായിരിക്കും. മനസ്സിലായോ? അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യസഭ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം നാഷണൽ എമർജൻസീസിന്റെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് എന്തെങ്കിലും ഒരു ഫോറിൻ ട്രീറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ കൺവെൻഷനുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാഷണൽ പാർലമെന്റിന് ഒരു നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ചില ഭാഗങ്ങൾ 2022-23 കാലഘട്ടങ്ങളിൽ നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സൈറ്റ്സിന്റെ ചില റിക്വയർമെന്റ്സ് നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചേഞ്ച് വരുത്തിയത്. സോ അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം നമുക്ക് നമ്മളുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് അല്ല ലെജിസ്ലേറ്റീവ് കാര്യങ്ങളിൽ, സ്റ്റേറ്റിന്റെ സബ്ജക്റ്റുകളിൽ നമ്മളുടെ പാർലമെന്റിന് നിയമം പാലിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പാർട്ട് വരുന്നത്. സോ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, രാജ്യസഭ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ഒരു ടൈം ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് റിലേഷൻ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നാഷണൽ എമർജൻസി ആണ്. മൂന്നാമത്തെ കാര്യം ഒരു ഫോറിൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റി, അതായത് ഫോറിൻ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ട്രീറ്റി, നമ്മൾ ഇന്റർനാഷണൽ ട്രീറ്റീസ് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ദ ഫോർത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ കൺഫ്യൂസിംഗ് ഫാക്ട് ഇൻ ദിസ്. അതായത് 2-ലധികം സ്റ്റേറ്റുകൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ നിയമം നിർമ്മിക്കാനായിട്ട് പറ്റുന്നില്ല, അത് പാർലമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2-ലധികമോ സ്റ്റേറ്റുകൾ പാർലമെന്റിനെ സമീപിക്കുകയാണ്. ഈ അവസരത്തിൽ പാർലമെന്റിന് നിയമം പാസ്സാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ 2-അധികമോ സ്റ്റേറ്റുകൾ പാർലമെന്റിനെ സമീപിച്ചിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇന്നൊരു വിഷയത്തിൽ നിയമം നിർമ്മിക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പാർലമെന്റ് നിയമം പാസ്സാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ആ സമയത്ത് അവർക്ക് വേണ്ടി നിയമം പാസ്സാക്കി കൊടുക്കും. അപ്പോ ആ നിയമത്തിന്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയായിരിക്കും? ഇന്ത്യ മൊത്തമായിട്ടായിരിക്കും അത് ഉണ്ടാവുക, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്കും ബാധകമായിരിക്കും? ഒരിക്കലുമില്ല. ഏതൊക്കെ സ്റ്റേറ്റുകളാണോ പാർലമെന്റിനോട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഈ നിയമം പാസ്സാക്കാനായിട്ട്, ആ സ്റ്റേറ്റുകളിൽ മാത്രമായിട്ടായിരിക്കും പാർലമെന്റ് ആ നിയമം പാസ്സാക്കുക. ഓക്കെ. അപ്പോ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു പുതിയ സ്റ്റേറ്റിന് ഈ നിയമം തന്നെ പാസ്സാക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതായത് പാർലമെന്റ് പാസ്സാക്കി ഈ നിയമത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പാർലമെന്റ് നിയമം പാസ്സാക്കാനായിട്ട് പറഞ്ഞ സ്റ്റേറ്റുകളുടെ ടീമിലേക്ക് ചേരണമെങ്കിൽ എന്ത് ചെയ്യും? ഇതൊരു ഗ്യാങ് ആണല്ലോ. അപ്പൊ ഈ ഗ്യാങ്ങിലേക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് അവരുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആ പുതിയ നിയമത്തെ അവർക്ക് അംഗീകരിക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഒരു നിയമം ആദ്യം ഇവർ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നൊരു നിയമം പാസ്സാക്കണം, പാർലമെന്റിന് പാസ്സാക്കാനായിട്ടുള്ള അധികാരം കൊടുക്കും. അതിനുശേഷം ഈ നിയമം പിൻവലിക്കണമെങ്കിൽ ഈ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും? കാരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ ഈ നിയമം, പെർട്ടിക്കുലർലി സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോ ഇതിലെ നിയമം റദ്ദാക്കുവാനായിട്ടുള്ള അധികാരം, അതായത് ക്യാൻസൽ ചെയ്യുവാനായിട്ടുള്ള അധികാരം ആർക്കായിരിക്കും? സ്റ്റേറ്റിനായിരിക്കും, യൂണിയൻ ആയിരിക്കും? ഡെഫിനറ്റ്ലി യൂണിയൻ ആയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഒരു സ്ഥലമാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ഫാക്ട് ആണ്. എങ്ങനെയാണ് സ്റ്റേറ്റ് പറഞ്ഞിട്ട് യൂണിയൻ, അതായത് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കുകയാണ്, എന്നിട്ട് അത് റദ്ദ് ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിൽ നിഷിദ്ധമാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നിയമം പാസ്സാക്കാനായിട്ട് പറയുന്ന നിമിഷം ആ സബ്ജക്റ്റില് സ്റ്റേറ്റിനുള്ള അധികാരം നഷ്ടപ്പെടുകയാണ്. ആ അധികാരം പാർലമെന്റിലേക്ക് വന്നു ചേരും. അപ്പോൾ അത് ഒരു പെർട്ടിക്കുലർലി സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി ഒരു യൂണിയൻ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും, പെർട്ടിക്കുലർലി ടു ദാറ്റ് സ്റ്റേറ്റ്സ്. സോ പുതിയൊരു സ്റ്റേറ്റിനെ അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ അവരുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കാം. അതിനുശേഷം അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. സോ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ലെജിസ്ലേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ആർട്ടിക്കിൾ 245 തുടങ്ങുന്ന കാര്യങ്ങളിൽ 259, 260 വരെയുള്ള ആർട്ടിക്കിളുകളിൽ പറയുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ആണ്. ദെൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രശ്നം കിടക്കുകയാണ്. സ്റ്റേറ്റ് ഒരു നിയമം പാസ്സാക്കി, സ്റ്റേറ്റ് പാസ്സാക്കുന്ന നിയമം എങ്ങനെയായിരിക്കും ഒരു പാർലമെന്റ് ലെവലിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുക? അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കുകയാണ്. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡില് സെന്ററിന് ഒരു പെർട്ടിക്കുലർ ടീം ഉണ്ട്, അതായത് ഒഫീഷ്യൽസ് ഉണ്ട്. സ്റ്റേറ്റിന് വേറെ പെർട്ടിക്കുലർ ഒഫീഷ്യൽസ് ഉണ്ട്, അതായത് സ്റ്റേറ്റ് PSCകളിലൂടെ ജോലിക്ക് കയറുന്ന ഉദ്യോഗസ്ഥരുണ്ട്. സെന്റർ നിയമങ്ങളിലൂടെ, അതായത് UPSC പോലുള്ള പരീക്ഷകളിലൂടെ, SSC പോലുള്ള പരീക്ഷകളിലൂടെ സെൻട്രൽ സർവീസിലേക്ക് കയറുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ആരെ വെച്ചുകൊണ്ടാണ് ഇവർ അഡ്മിനിസ്റ്റർ ചെയ്യുക? അതൊരു ഭയങ്കര വലിയ വിഷയമാണ്. നമ്മളൊരു സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റ് വിൽ ബി ചീഫ് സെക്രട്ടറി.
അതിനുശേഷം ഓരോ സെക്രട്ടറിമാരും താഴേക്ക് വരുന്നു. പിന്നെ IAS, അതിനുശേഷം വരുന്നത് സ്റ്റേറ്റ് സർവീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരായിരിക്കും. ഇതാണ് സ്റ്റേറ്റിന്റെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ വരുന്നത്. എന്നാൽ സെന്ററിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റേറ്റ് സിവിൽ സർവന്റ് അവിടെ വലിയ റോളുകളൊന്നുമില്ല. അവിടെ സെൻട്രൽ സർവീസുകളിൽ പരീക്ഷ എഴുതി കയറുന്ന അല്ലെങ്കിൽ UPSC പോലെയുള്ള പരീക്ഷകൾ എഴുതിയതിനു ശേഷം ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഉദ്യോഗസ്ഥരായിരിക്കും അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് പാർട്ടിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ആർട്ടിക്കിൾ 256 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് ഏത് നിയമങ്ങളാണോ പാസ്സാക്കുന്നത് അതിനോട് കംപ്ലൈ ചെയ്യുന്ന വിധത്തിലായിരിക്കണം സ്റ്റേറ്റിന്റെ മറ്റു ലോകളും ഉണ്ടായിരിക്കേണ്ടത്. സ്റ്റേറ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അത് പാർലമെന്റിന്റെ നിയമങ്ങൾക്കെതിരാകും. പാർലമെന്റിന്റെ നിയമങ്ങൾക്കെതിരായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇമ്മീഡിയറ്റ്ലി ഗവർണർ എന്ത് സംഭവിക്കും? പ്രസിഡന്റിന് ഒരു പ്രസിഡന്റ് റൂളിനുള്ള റിക്വസ്റ്റ് കൊടുക്കും. വെൻ ദ 256 ആർട്ടിക്കിൾ 256 ലിമിറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണോ ദെൻ ദ 356 ആർട്ടിക്കിൾ 356 ദാറ്റ് ഈസ് ദ പ്രസിഡന്റ് റൂൾ സ്റ്റെപ്പ് ഇൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടക്കിടക്ക് കേരളത്തിന്റെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഇടയ്ക്ക് പറയുമായിരുന്നു ലൈക്ക് എങ്ങനെയാണ് നമ്മളുടെ സ്റ്റേറ്റ് മെഷീനറീസ് പ്രവർത്തിക്കാത്തത്. വെൻ ദ സ്റ്റേറ്റ് മെഷീനറീസ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, the governor can request the president to apply the president's rules in that particular state. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ whenever the article 256 is not working, the governor can request the president to 356 അപ്ലൈ ചെയ്യാൻ. 356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ മ്യൂച്വൽ ഡെലിഗേഷൻ ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. അതായത് ഡെലിഗേഷൻ ചെയ്യുന്നത് രണ്ട് കൂട്ടർക്കും മ്യൂച്വലി ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി മാറാതെ നമ്മളുടെ പവർ താഴെത്തട്ടിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് സിമ്പിളി പറയുന്നത്. സോ മ്യൂച്വൽ ഡെലിഗേഷൻ ആണ് നമ്മൾ സംഭവിക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈ സ്റ്റേറ്റ് റിലേഷനിൽ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ 25-ാം തീയതി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന നമ്മളുടെ IAS IPS പോലുള്ള ഓൾ ഇന്ത്യ സർവീസുകൾ 3 സർവീസുകളാണ് വരുന്നത്. IAS IPS ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഐ റിപ്പീറ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഈ 3 സർവീസുകളുമാണ് ആർട്ടിക്കിൾ 312 ഇൻ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് കണക്കാക്കുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ ഒരു പുതിയ സർവീസ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആർക്കേ പറ്റുള്ളൂ? രാജ്യസഭയ്ക്കാണ് അധികാരം നൽകിയിരിക്കുന്നത്. രാജ്യസഭ ഫസ്റ്റ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഓൾ ഇന്ത്യ സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ, പുതിയൊരു സർവീസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ പൊളിറ്റി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡിൽ വരുന്ന മറ്റു കാര്യങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ഡെലിഗേഷൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ കംപ്ലൈൻസ് എങ്ങനെയായിരിക്കണം, അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തെ എങ്ങനെയായിരിക്കണം സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കംപ്ലൈൻസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ ഗവർണറിന്റെ പാർട്ടാണ്. സോ ഗവർണർ ആരാണ് നിയമിക്കുന്നത്? ഗവർണർ ഇസ് അപ്പോയിന്റഡ് ബൈ ദ സെന്റർ, അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്, നമ്മളുടെ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നിയമിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നമ്മളുടെ ഇപ്പൊ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ ഗവർണർ റിലേറ്റഡ് ആയിട്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഗവർണർ ഒരു യൂണിറ്ററി ട്രെൻഡ് കാണിക്കുന്നു എന്ന് പലതും പറയുന്നു. അല്ല, അവരുടെ അധികാരം പറയുന്നതാണ്. അവര് പോക്കറ്റ് വീറ്റോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവര് ബില്ലുകൾ പാസ്സാക്കാണ്ട് തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്ന പല പ്രശ്നങ്ങളും നിൽക്കുന്ന ഒരു സമയത്ത് അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. When you come to mails, you have to be in a perspective. You have to make a perspective that how these governors seat is working, or അല്ലെങ്കിൽ honorable chair is working എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഗവർണറിന്റെ ചാപ്റ്റർ എത്തുമ്പോൾ നമുക്ക് അതൊന്നുകൂടി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് റിലേഷൻ വിൽ ബി ഫിനാൻഷ്യൽ റിലേഷൻ. Okay, the next relation will be the financial relation. So financial relation വരുമ്പോൾ ഇടി ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് ഈ ഫിനാൻഷ്യൽ റിലേഷൻ മാറാം. എങ്ങനെയാണ് അത് മാറുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ യൂണിയന്റെ ഒരു നിയമം, അതായത് യൂണിയൻ ഷെയർ ചെയ്യേണ്ട ടാക്സുകൾ ഉണ്ടാവാം, സ്റ്റേറ്റിന് കൊടുക്കേണ്ട ടാക്സുകൾ ഉണ്ടാവാം. ഈ രണ്ട് കാര്യഘട്ടത്തിലും
ആർട്ടിക്കൽ ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത് ഭയങ്കര വലിയ പ്രശ്നമാകും. കാരണം കാശാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അതിൽ എങ്ങനെയാണ് ഫെഡറലിസം വർക്ക് ചെയ്യുന്നത്, ഫെഡറലിസത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. ചില ടാക്സുകൾ, നമ്മളുടെ മെയിൻ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത് ടാക്സ് റിസോഴ്സസ് ആണ്, നോൺ ടാക്സ് റിസോഴ്സസ് ആണ്. അതിൽ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ബേസിക് എക്കോണമിക്സ് ആണ്. ഓക്കെ, അതിൽ തന്നെ ഇപ്പോൾ ടാക്സുകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതും അത് ആരാണ് കളക്ട് ചെയ്യുന്നതും ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഉള്ള പ്രശ്നങ്ങൾ വരാം. സോ ഫോർ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്, ലെവി ചെയ്യുന്നത് ആരാണ്, യൂണിയൻ ആണ്. പക്ഷെ അത് കളക്ട് ചെയ്യുന്നത് ആരാണ്, സ്റ്റേറ്റ്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സ് എങ്ങനെയാണ്? ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നത് യൂണിയൻ ഗവൺമെന്റ് ആണ്. നിർമ്മല സീതാരാമന്റെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അതിന്റെ സ്ലാബുകൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, അത് ലെവി ചെയ്യുന്നത്. അത് കളക്ട് ചെയ്യുന്നത് ആരാണ്? കളക്ട് ചെയ്യുന്നത് പേർപ്പസ്ഫുള്ളി ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആണ്. ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്. സോ ലെവീഡ് ബൈ, ഇൻകം ടാക്സ് ഇസ് ലെവീഡ് ബൈ യൂണിയൻ ആൻഡ് കളക്റ്റഡ് ബൈ ദ യൂണിയൻ. ആൻഡ് അതിന്റെ ഒരു പോർഷൻ സ്റ്റേറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ആ ടാക്സുകൾ വരുന്നത്. അങ്ങനെ ചില ടാക്സുകൾ ഉണ്ട്. ഇപ്പൊ GST ആണെങ്കിൽ ആരാണ്? GST 3 തരത്തിലുണ്ടെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചില ടാക്സുകൾ ലെവി ചെയ്യുന്നത് ഇവരെ ആയിരിക്കാം. പല ഡെസ്റ്റിനേഷൻ ടാക്സ് ആയതുകൊണ്ട് ഏത് സ്റ്റേറ്റിലാണോ ഡെസ്റ്റിനി ആവുന്നത് ആ സ്റ്റേറ്റിന് കൂടുതൽ അപ്രോപ്രിയേഷൻ കിട്ടുന്ന രീതിയിൽ. ഇന്റർ സ്റ്റേറ്റ്സ് ഗുഡ്സ് ആണെങ്കിൽ അത് സെന്ററിനും സ്റ്റേറ്റിനും ഈക്വലി ട്രാൻസ്ഫറബിൾ ആകുന്ന രീതിയിലും അത് ചേഞ്ച് വരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ റിലേഷനിൽ കൂടുതലായിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന ഒരു പാർട്ടാണ് ഇതിന്റെ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പാർട്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എവല്യൂഷൻ ഓഫ് ദ ഫെഡറലിസം സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഫെഡറലിസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പല കമ്മിറ്റീസും നമുക്ക് റെക്കമെൻഡേഷൻസ് നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് കുഞ്ചി കമ്മീഷൻ ആണെങ്കിലും സർക്കാരിയ കമ്മീഷൻ ആണെങ്കിലും പല കമ്മീഷനുകൾ സെക്കൻഡ് ARC റിപ്പോർട്ടിൽ തന്നെ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഫെഡറലിസം കോയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഫെഡറലിസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണങ്ങളും അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കുകളും നമ്മൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ,